ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണോ, അതോ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? അതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഒരു കറന്റ് തോട്ട്സ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറലിസ്റ്റ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് കൂടുതലായിട്ട് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും അവരുടെ പേരാണെന്നുണ്ടെങ്കിലും മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് എനർജി ആയിട്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 9 of Swords ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. 5 of Pentacles, 2 of Pentacles, Tower energy, 8 of Wands, Hierophant, the World energy, Chariot, 2 of Wands, Justice, Judgment, 9 of Cups, 4 of Swords, 5 of Cups, 10 of Swords, Page of Cups, Queen of Cups, Ace of Swords. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 8 of Swords ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഏത് രീതിയിലാണ് നിൽക്കുന്നത്, അവരുടെ ലൈഫിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണോ എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ അവരിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ടാണോ അവരുടെ ലൈഫിൽ നടക്കുന്നത്, അതോ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ട് എന്തെങ്കിലും രീതിയിൽ അവർക്ക് ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ, അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ വീഡിയോ കഴിയുന്ന സമയത്ത് കമന്റ് ചെയ്ത് അറിയിക്കണം. കാരണം ഈ ഒരു സ്പ്രെഡിലേക്ക് വന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കർമ്മയാണ്. എവിടെയാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച് അവരുടെ സുഖം അല്ലെങ്കിൽ അവരുടെ സന്തോഷം തേടി അവരുടെ സ്വാർത്ഥമായ മനോഭാവത്തിന് വേണ്ടി അവർ മാറിപ്പോയിരിക്കുന്നത്, ആ ഒരു വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ വലിയ രീതിക്ക് ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിന്നും ഒരു തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു കർമ്മ അവരിപ്പോ നേരിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് അത് അനുഭവിച്ചേ തീരൂ. അതിനെല്ലാം അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആ ഒരു കർമ്മഫലം അവരുടെ ലൈഫിൽ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് 8 ഓഫ് സോഴ്സ്, ഓക്കെ, 3 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ വേദനകളൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ചുറ്റിലും നിൽക്കുന്നവര് അവരുടെ ആ ഒരു പ്രത്യേകമായ സിറ്റുവേഷൻസ് അറിയാതിരിക്കാനായിട്ട് മാക്സിമം ഇവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്കത് സാധിക്കുന്നില്ല. എങ്കിൽ പോലും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു മനസ്സ് തകർന്ന് വേദനിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവർക്ക് വന്നിരിക്കുന്ന ഒരു തിരിച്ചടി എന്ന് പറയുന്നത് വലിയ രീതിക്കാണ്. ലൈഫിൽ ഒരു രീതിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഒരു സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്. ഒരുപാട് നെഗറ്റിവിറ്റി ചിന്തകൾ ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ പുകഞ്ഞു നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഇവരുടെ ലൈഫിനെ ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പറ്റുന്നില്ല. ജീവിതത്തിൽ ആ ഒരു വെളിച്ചമൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു നീതി നൽകണം അല്ലെങ്കിൽ നിങ്ങളോട് നീതിപൂർവം പെരുമാറണം എന്നുള്ള ആ ഒരു
ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഈ ഒരു സമയത്താണ് തോന്നി തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ആ ഒരു വെളിച്ചം അല്ലെങ്കിൽ അവർ പോയി നിന്ന സ്ഥലത്ത് എവിടേക്കാണോ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ എന്ത് സിറ്റുവേഷനിലേക്കാണോ ഇവർ പോയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വലിയ രീതിക്ക് ഒരു പൊള്ളലേറ്റിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ വലിയ രീതിക്ക് ഒരു വേദന അവിടെ നിന്നും നേരിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നൊരു തിരിച്ചറിവോട് കൂടി നിങ്ങളിലേക്കുള്ള ഒരു യാത്ര നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറി പരസ്പരം സ്നേഹം നൽകി കൈകോർത്ത് പിടിച്ച് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധത്തിന്റെ വളർച്ചയെ വീണ്ടെടുക്കണം. നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന സ്നേഹം, കെയറിങ്, സപ്പോർട്ട് അതെല്ലാം നിങ്ങൾക്ക് നൽകി ബന്ധത്തിന്റെ സ്ട്രെങ്ത് വീണ്ടെടുത്ത് എല്ലാ രീതിക്കും ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ കാണിക്കുന്നുണ്ട്. ഇവർക്ക് ചുറ്റും നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് നിങ്ങളുടെ പേഴ്സൺ പോയ സമയത്ത് ഇവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ അവർ എന്ത് സിറ്റുവേഷനിലേക്ക് പോയോ അത് മാത്രമല്ല അവർക്ക് ചുറ്റും സുഹൃത്തുക്കള്, സാമ്പത്തിക ഉയർച്ച, കരിയറിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊന്നും അവർക്കൊരു ഹാപ്പിനെസ് ലഭിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകളിലേക്ക് മനസ്സ് പോയിട്ടുണ്ട്. മാത്രമല്ല തിരിച്ചടി അല്ലെങ്കിൽ ആ ഒരു കർമ്മ നേരിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു നീതി ലഭിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം മാറിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് മനസാക്ഷിക്ക് വിരോധമായിട്ട് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പൊ ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യലി ഒക്കെ ഒരു ലോസ് സംഭവിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ ലോസ്, ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി നഷ്ടമോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട്. വൈകാരികപരമായ എനർജിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെയോ അവർക്ക് കൊടുത്ത സ്നേഹം തിരികെ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ചതി, അവർക്ക് ആ ഒരു സ്നേഹമൊക്കെ പൂർണ്ണമായും വെറുതെ ആയി പോയോ അല്ലെങ്കിൽ താൻ കൊടുത്ത സ്നേഹമൊക്കെ വെറുതെ ആയി പോയിരുന്നോ, ആ ഒരു കുടം കമഴ്ത്തി വെച്ചിട്ടാണോ താൻ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നത്, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കല്ല താൻ പോയത് എന്നുള്ള തിരിച്ചറിവൊക്കെ ഇവിടെ വന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വൈകാരികപരമായ കാര്യങ്ങളിൽ വലിയ രീതിക്ക് ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഇമോഷൻസിനെ അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ എങ്കിലും അവർ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ കാണാനായിട്ട് സാധിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയുക, ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു രീതിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിങ്ങളുടെ സ്നേഹത്തിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടൊരു സ്നേഹമാണ് നിങ്ങൾ കൊടുത്തിരുന്നത് എന്നൊരു തിരിച്ചറിവൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ ആകെ നിലനിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു വെളിച്ചമായിട്ട് അവർ ഈ ഒരു സമയത്ത് കാണുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇവര് കുറച്ചൊരു ഷോർട്ട് ടെമ്പേർഡ് ഒക്കെ ആയ പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമോ കാര്യങ്ങളോ ഒക്കെ ഇവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു രീതികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിനെ ഒക്കെ ഇവർ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തീർത്തും സൈലന്റ് ആണ്. ഇപ്പൊ പൊട്ടിത്തെറി ഇല്ല, എടുത്തുചാട്ടം ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ്ലി സൈലന്റ് ആണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമാണ് വെറുതെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്, വെറുതെ ഇരുന്ന് കരയുന്നുണ്ട്. ആ ഒരു രീതി എന്ന് വെച്ചാൽ ഭ്രാന്താണ് എന്നുള്ളതല്ല, അവരുടെ ഇമോഷൻസ് അവരൊരു ഡിപ്രഷൻ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ലൈഫിൽ എല്ലാ രീതിക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ഈ ഒരു സമയത്ത് അവരുടെ തോട്ട് മാറിയിരിക്കുന്നത്. കുറ്റബോധമാണ് ഇവരിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. ഒരുപാട് കുറ്റബോധവും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു ചിന്തകളിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അതിശയോക്തി തോന്നിയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം. കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കാം നിങ്ങളുടെ പേഴ്സണിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക.
റെസനേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്തേക്കുക. കാരണം ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ തന്നെ സാധിക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ല. ഇവിടെയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലാണെന്നുണ്ടെങ്കിലും ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ മുന്നിലൊന്നും കാണിക്കുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നും അല്ലാതെയായി പോകും. അതുകൊണ്ട് ഭയങ്കരമായ ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ നിൽക്കുന്നത്. പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഒരുപാട് വെന്ത് ഉരുകിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. ഒരു സമയം നിങ്ങൾ അനുഭവിച്ചിരുന്ന വേദനകൾ എത്രത്തോളം ആയിരുന്നോ അതൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓർമ്മകൾ നിങ്ങൾ ഒരുപാട് അവർ ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ബുദ്ധിപൂർവ്വം നടത്തണം. ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ കാരണം ഇവർ വേദനിപ്പിച്ച് പോയതായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ബുദ്ധിപൂർവ്വം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടി ഭയങ്കര നെഗറ്റിവിറ്റിയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ എങ്കിലും സ്വന്തം ജീവിതത്തിൽ ഒരു നീതി വേണം. അതുപോലെ തന്നെ നിങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് നിങ്ങൾക്കൊരു നീതി നൽകണം. അത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. വലിയ രീതിയിലൊരു തിരിച്ചറിവും അതുപോലെ തിരിച്ചടി. ഇവിടെ തിരിച്ചറിവിന്റെ ഒരു തിരിച്ചടി മാത്രമല്ല കാണിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇവർക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. വലിയ രീതിക്കുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളൊരു കംപ്ലീറ്റ്ലി സെപ്പറേഷൻ സ്റ്റേജ് അല്ല എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. എന്താണെന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇവര് ആ ഒരു ഇമോഷൻസ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. കാരണം ഇവർക്ക് വലിയ രീതിക്കൊരു പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട്. ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഫിനാൻഷ്യൽ ലോസ്, ഫിസിക്കൽ ഇഷ്യൂസ് ഇതെല്ലാം നേരിടുന്നുണ്ട്. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ ഒരു സന്തോഷകരമായ പരിസമാപ്തി വേണമെന്നുള്ള ചിന്തകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലും അവരുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ഒക്കെ ഈ ഒരു അമ്പുകൾ ഇറങ്ങുന്ന പോലെയുള്ള വേദനകളിൽ പോലും അവരിപ്പോ ഏറ്റവും കൂടുതൽ അവരോട് ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെയാണ് അവരോട് അവർ ഏറ്റവും കൂടുതൽ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. ഇതുവരെ അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് അവർ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവുക ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഇവർ കൂടുതലായിട്ട് എഫേർട്ട്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പൊ അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്തു വരണം, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്തകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ ചിലവരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ ഒരു വലിയ കാര്യമായിട്ട് കാണില്ല അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയവരായിരിക്കാം. എന്ന് വെച്ചാൽ അത് അവർ ചെയ്ത തെറ്റുകൾ നിങ്ങൾ തിരിച്ചറിയാതിരിക്കാനായിരിക്കാം ചിലപ്പോൾ അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവർക്കൊരു കുറ്റബോധം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. നിങ്ങളോട് അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്തിനു വേണ്ടിയിട്ടാണോ അവർ നിങ്ങളോട് ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചത് ആ ഒരു കാര്യം അവർക്ക് സന്തോഷമല്ല അല്ലെങ്കിൽ സമാധാനമല്ല നൽകിയിരിക്കുന്നത്. പകരം അവർക്ക് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു പ്രശ്നത്തിലേക്കാണ് അവർ അകപ്പെട്ടു പോയിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇവരുടെ ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് അതിശയകരമായി തോന്നാം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ആയിരിക്കില്ല. നിങ്ങൾക്കൊരു നീതി ലഭിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവർ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് കാണില്ല. എന്നാൽ ഇവിടെ ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഇവിടെ ഒരുപാട് ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ അവസ്ഥ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫിസിക്കൽ ഇഷ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ ഫിസിക്കലി എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ മാത്രം ആവണമെന്നില്ല, മെന്റലി ഒക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവുക, ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോവുക. കാരണം പെട്ടെന്ന് കിട്ടിയിരിക്കുന്ന ഒരു പ്രശ്നങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തിരിച്ചടി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടൈം ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നോക്കി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ജീവിതം അവരുടെ കയ്യിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരെ എടുത്ത് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വേണം. അതിന് ആദ്യമേ തന്നെ നിങ്ങൾക്കൊരു നീതി നൽകണം.
അതോടൊപ്പം നിങ്ങൾ അവർക്കൊരു നീതി നൽകാൻ തയ്യാറാകണം. എന്ന് വെച്ചാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കണം. അതിനാണ് അവർ ആ ഒരു കോൺവെർസേഷൻ ആഗ്രഹിക്കുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നൊരു ചിന്തകളുണ്ട്. അപ്പൊ നേരിട്ട് ഇപ്പൊ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു മീനിങ് എന്താന്ന് വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് നിങ്ങളോട് വന്ന് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് എങ്ങനെയാണ് അവർ നിങ്ങളോട് വന്ന് പറയുക, നിങ്ങൾ ഏത് രീതിയിൽ എടുക്കും? അതുപോലെ കുറച്ച് ഈഗോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട, അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അവർ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഈ റിലേഷൻഷിപ്പിൽ അവർ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. എൻഡിങ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും നിന്ന് പോവുക എന്നുള്ളതല്ല, ആ ഒരു സമാധാനപരമായ രീതിയിലേക്ക് ഇത് അവസാനിക്കുക, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. എന്നിട്ട് അവിടെ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പുതിയ തുടക്കത്തോടു കൂടി ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഇവർ ഒരുപാട് ഫ്രീഡവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് നൽകാതെ ഭയങ്കരമായിട്ട് നിങ്ങളെ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന രീതിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ ആ ഒരു തോട്ടിനൊക്കെ ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പിനെ ഏത് രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, എങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത്, അതിൻ്റെതായ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇപ്പൊ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം നിലനിർത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും റിലീസ് ചെയ്തിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകി ഈ ഒരു ബന്ധം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റോടു കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. കുറച്ച് പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നല്ല രീതിക്ക് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവരുടെ ഭാഗത്തു നിന്നും എഫേർട്ട് എടുക്കേണ്ടത് എന്താണോ അതെല്ലാം എഫേർട്ട് എടുക്കാനായിട്ട് അവരിപ്പോ മനസ്സിനെ പാകപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടറുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നു. കാരണം ഇത് സക്സസ് വേണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നേരിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇനിയും വയ്യ എന്നൊരു തോന്നലാണ്. എന്ന് വെച്ചാൽ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു വൈരാഗ്യ ബുദ്ധി കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒട്ടും ഒരു എഫേർട്ട് എടുക്കാതിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി മതി, എനിക്ക് മതിയായി, ഇനിയെങ്കിലും സമാധാനപരമായിട്ട് ജീവിക്കണം, സന്തോഷത്തോടു കൂടി ജീവിക്കണം, ആത്മാർത്ഥമായ ഒരു സ്നേഹമാണ് എൻ്റെ പാർട്ട്ണർക്ക് എന്നിലോട് ഉള്ളത് എന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് വളരെ പാഷനേറ്റ് ആയിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളോട് വളരെയധികം ഒരു റെസ്പെക്ട് കാര്യങ്ങൾ എല്ലാം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളാണ് അവരുടെ ഒരു വെളിച്ചം എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഭയങ്കരമായ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിന് എത്രയും വേഗം ഒരു അവസാനം വേണം, ഒരു കരക്ക് ചെന്ന് നിൽക്കണം, അവിടെ നിന്നും തനിക്കൊരു നീതി ലഭിക്കണം, അർഹമായ രീതിയിലുള്ള ആ ഒരു നീതി തനിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ട കൈകളിലേക്ക് താൻ എത്തിച്ചേരുക തന്നെ വേണം. ആ ഒരു അർഹതപ്പെട്ട കൈകൾ എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് എന്നുള്ളതും മനസ്സിലാക്കുകയാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്, അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരുന്ന സ്നേഹം, കെയറിങ്, സപ്പോർട്ട്, നിങ്ങൾ പറഞ്ഞിരുന്ന തമാശകൾ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എൻജോയ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവർ ഓർത്തെടുക്കുമ്പോൾ അവരിൽ ഭയങ്കരമായ ഒരു കുറ്റബോധവും നഷ്ടബോധവും എല്ലാം ഈ ഒരു സമയത്ത് തോന്നുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ബന്ധത്തെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു പരസ്പരം ആ ഒരു കണക്ഷൻ നിലനിർത്തി വീണ്ടും ഇതിനൊരു മീനിങ് നൽകണം എന്ന് ചിന്തിക്കുന്നത്. അതുപോലെ ഇതൊന്ന് ബാലൻസ് ചെയ്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നത്. ഒരുപാട് സത്യങ്ങൾ, ജീവിതമാകുന്ന സത്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇവർ ചെയ്ത തെറ്റ് എന്തായിരുന്നു, അതെല്ലാം ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കർമ്മ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു കർമ്മയിലൂടെ നിങ്ങളുടെ പേഴ്സന്റെ ചിന്താഗതികൾ പോലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ സ്വീകരിക്കാനും അതുപോലെ അവരുടെ ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് ആത്മാർത്ഥതയോട് കൂടി എത്തിക്കാനും ആഗ്രഹിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. ഇവരുടെ മനസ്സിലും ഇവരുടെ ശരീരത്തിലും ആണെന്നുണ്ടെങ്കിലും ഇവരുടെ ചിന്തകളിലാണെന്നുണ്ടെങ്കിലും ഇവർക്കൊരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജ് ആണ്. കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുകയാണ്. അതുകൊണ്ടാണ് ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും. ആ ഒരു ക്ലാരിറ്റി വന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ ഇൻക്രീസ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സത്യസന്ധമല്ലാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറിയതിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ വലിയ രീതിക്കൊരു വേദന ഇവരുടെ ഉള്ളിൽ ഇപ്പൊ വരുന്നുണ്ട്. കുറ്റബോധവും വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
അവർ ആ ഒരു നീതി നൽകാനും അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ എല്ലാ രീതിക്കും സറണ്ടർ ആയിട്ട് ആ ഒരു ഫോർഗീവ്നെസ്, ക്ഷമാപണം നടത്താനും ചിന്തിക്കുന്നത്. വളരെ പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. ക്ഷമിക്കാനൊക്കെ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങൾ നോക്കിക്കാണാനൊക്കെ വലിയ രീതിക്ക് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഇവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതൊരു ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെയാണ്. പക്ഷെ അത് അവരുടെ ലൈഫിനെ മുന്നോട്ടേക്ക് ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ബന്ധത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് ഇവർക്ക് തന്നെ നേരിട്ട് എഫേർട്ട് എടുത്ത് ചെയ്യണം എന്നൊരു തോട്ട്സ് ഒക്കെ ഇവരിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ഇന്റൻഷൻ ആയിട്ട് പോലും നമുക്കിവിടെ കാണിക്കുന്ന ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ റിലേഷൻഷിപ്പിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് അവർക്കും വേണം. അതുപോലെ അവരുടെ സപ്പോർട്ട് എല്ലാ രീതിക്കും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തരാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ രീതിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പിനെസ് നൽകിക്കൊണ്ട് തിരിച്ചു വരണം. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത്രത്തോളം വേദനിപ്പിച്ചവരാണെന്നുണ്ടെങ്കിൽ. പക്ഷെ എങ്കിൽ പോലും അവരുടെ മനസ്സിനെ അവര് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിൽ നടക്കുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒട്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലല്ല. ഇവിടെ നമുക്ക് ഒറ്റ സ്പ്രെഡിൽ ഇവരുടെ ഹാപ്പിനെസ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ആകെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജി ഇത് മാത്രമാണ്. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പാസ്റ്റിലേക്ക് നോക്കിയിട്ട്. അപ്പൊ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രം ഒരു ഹാപ്പിനെസ് നിൽക്കുന്ന സ്റ്റേജിലാണ് ഇവര്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കർമ്മയാണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ടവർ എനർജി ആണെങ്കിലും ജസ്റ്റിസ് ആണെന്നുണ്ടെങ്കിലും ജഡ്ജ്മെന്റ് ആണെങ്കിലും എല്ലാം ഒരുതരം കർമ്മ എനർജിയാ കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ എത്ര പേരുടെ എനർജിയാണ് ഇതിലേക്ക് കണക്ട് ആയിരിക്കുന്നത്, നിങ്ങളുടെ എത്ര പേരുടെ പേഴ്സന്റെ എനർജിയാണ് കണക്ട് ആയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യണം. അതുപോലെ ഈ ഒരു സമയത്ത് ഈ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നതിനോടൊപ്പം തന്നെ യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ അറിയിക്കുക. കമന്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കിയേക്കാം. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ക്ലൂസ് മാത്രമായിട്ട് നോക്കരുത്. ആലപ്പുഴ 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, എ എന്നൊരു ലെറ്റർ, പി എന്നൊരു ലെറ്റർ, ലിബ്ര, ഒ എന്നൊരു ലെറ്റർ, കാപ്രിക്കോൺ, ഭരണി, 35, 1993, ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, അത്തം എന്നൊരു സ്റ്റാർ, കൊല്ലം ജില്ല, വിശാഖം, 40, തൃക്കേട്ട വന്നിട്ടുണ്ട്, പുണർദം, ഡി എന്നൊരു ലെറ്റർ, എം എന്നൊരു ലെറ്റർ, 1990, ഇടുക്കി ഡിസ്ട്രിക്റ്റ്, തൃശ്ശൂർ വന്നിട്ടുണ്ട്, മൂലം എന്നൊരു സ്റ്റാർ, എറണാകുളം, വി എന്നൊരു ലെറ്റർ, ഉത്രിട്ടാതി, ഏരീസ് സോഡിയാക് സൈൻ ആണ്, എസ് എന്നൊരു ലെറ്റർ, കെ വന്നിട്ടുണ്ട്, 44, 28, ഡിസംബർ മന്ത്, എ എന്നൊരു ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്, മെയ് എന്നൊരു മന്ത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.